ഇനി നമുക്ക് എൻ്റെ വർഗീയതയെ ഒഴിവാക്കാം എന്ന് നോക്കാം. കുട്ടിക്കാലം മുതലേ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കണം. പാഠപുസ്തകങ്ങളിൽ സഹിഷ്ണുതയുടെയും മാനവികതയുടെയും പാഠങ്ങൾ പഠിപ്പിക്കാൻ കഴിയണം. അത് കുഞ്ഞുങ്ങളിൽ വിശാല മനസ്കതയും ഉണ്ടാക്കണം എന്ന ചിന്താഗതി വളരും. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമായി സൗഹൃദം സ്ഥാപിക്കാനും വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവരുമായിട്ട് അവരുടെ ആചാരങ്ങൾ മനസ്സിലാക്കുന്നതിനും തെറ്റിദ്ധാരണ മാറ്റുന്നതിനും ഇവ സഹായിക്കും. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വർഗീയ വിഷം കലർന്ന സന്ദേശങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാതിരിക്കുകയും അതിന് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക. നല്ല പ്രതികരണവും മോശമായ പ്രതികരണവും അവരെ വളർത്താൻ സഹായിക്കും. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു മതഭാഗത്തെയും അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. മനുഷ്യത്വത്തിന് മുൻഗണന കൊടുക്കുക. മതത്തിനും ജാതിക്കും മുകളിലാണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിയുക. ആപത്ത് കാലത്ത് മതം നോക്കാതെ സഹായിച്ച പല സംഭവങ്ങളും കോവിഡ് സമയത്തും പിന്നെ പ്രളയ സമയത്ത് കാണാൻ സാധിക്കും. രാഷ്ട്രീയ ലാഭത്തിനും മതപരമായ നേട്ടങ്ങൾക്കോ വേണ്ടി വിദ്വേഷ പ്രചരണം പടർത്തുന്ന പ്രസംഗങ്ങളോ നേതാക്കളെ തിരിച്ചറിയുക, അവരെ അകറ്റി നിർത്തുകയോ ചെയ്യുക. സമാധാനപരമായ ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുക. സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക. ഇവയെല്ലാം തന്നെ വർഗീയത തകർക്കാൻ നമുക്ക് സാധിക്കും. കല, കായികം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുക. കൂട്ടായ്മ സംഘടിപ്പിക്കുകയും വിഭാഗ ചിന്തകൾ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും. അത് ചുരുക്കത്തിൽ മനുഷ്യൻ ഒന്നാകെ എന്ന ചിന്ത ഓരോ വ്യക്തിയിലും ഉണ്ടാകണം എന്നതാണ് വർഗീയതയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. സമാധാനവും ഐക്യവും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വർഗീയത ഒരു ക്യാൻസർ പോലെയാണ്. മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനും അകത്താനും മാത്രമേ ഇത് സഹായിക്കൂ. വർഗീയത ഉയർത്താൻ നമുക്ക് എന്തൊക്കെ സാധിക്കും? മതത്തിന് മുകളിലാണ് മനുഷ്യനെന്ന് തിരിച്ചറിയണം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായും നാം മനുഷ്യൻ എന്ന ബോധം എല്ലാവരിലും ഉണ്ടാകണം. മനുഷ്യൻ ഒന്നാണ് എന്ന ചിന്ത ഓരോരുത്തരും വളർത്തിയെടുക്കാൻ സാധിച്ചാൽ